ഹലോ, ഇന്നത്തെ ഒരു ടെക് വീഡിയോ ആണ്. ഇൻഷോട്ട് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇതറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇൻഷോട്ട് എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫിയർ ആയിരിക്കും വരിക. അതിൽ നിന്ന് നമ്മൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഗാലറി കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എത്ര വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇവിടെ 2 വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ക്യാൻവാസ് സൈസ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലോങ് വീഡിയോസാണ് യൂട്യൂബിൽ ഇടുന്നതെങ്കിൽ നമ്മൾ സൈഡ് ചരിച്ചു വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ക്യാൻവാസ് 16:9 ആണ്. കാണുന്ന ഡബിൾ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് സെലക്ട് ചെയ്ത വീഡിയോസ് മൊത്തം ഒരേ ക്യാൻവാസിൽ കിട്ടും. വേണ്ടത് മ്യൂസിക് ആണല്ലേ, അത് നമ്മുടെ ഇൻഷോട്ട് ആപ്പിൽ മ്യൂസിക് ഉണ്ട്. അത് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് ചെയ്ത ഇതിൽ തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് അതങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം. വോളിയം എന്നുള്ള ഓപ്ഷൻ കുത്തി ഫുൾ വോയിസ് നമുക്ക് കളയാൻ പറ്റും. ആ ഡബിൾ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോൻ്റെ മൊത്തം വോയിസ് പോകും കേട്ടോ. റെക്കോർഡ് എന്നുള്ള അത് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാം. അതിൽ ടൈമറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ റെഡ് ഇതിൽ കുത്തിപ്പിടിച്ചാണ്ട് വോയിസ് ഓവർ കൊടുത്താൽ മതി. ആ വോയിസ് ഓവറിലും നമുക്ക് വേണ്ടാത്ത ഭാഗം സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത് സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യാം. അതിനകത്ത് കുറേ സബ്സ്ക്രൈബ് അങ്ങനെയുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുക്കാം നമുക്ക് സ്റ്റിക്കർ. ഇവിടെ ഗാലറിയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ഗാലറിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ നമുക്ക് ലെറ്റേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ സ്ക്രോൾ ചെയ്യാനും തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാം. ഇനി അതിലടുത്തായി വരുന്നൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം, ബോർഡറിൻ്റെ കളർ മാറ്റാം. അതുപോലെ തന്നെ ലേബൽ വേണമെങ്കിൽ ലേബൽ വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരുപാട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അത് ഫിൽറ്ററൊക്കെ കൊടുക്കാം കേട്ടോ. ഇവിടെ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പീഡ് എന്നുള്ളത് കുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് ലെങ്ത്തൊക്കെ കുറക്കണം എന്നാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ ചെയ്യാം നമുക്ക്. കൂടാതെ നമുക്ക് അണ്ടു അടിക്കണമെങ്കിൽ അതിനുമുള്ള ഓപ്ഷൻ ഉണ്ട്. തെറ്റിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അണ്ടു അടിച്ച് നമുക്ക് കറക്റ്റ് ആക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കഴിയുമ്പോഴേക്കും നമ്മുടെ എഡിറ്റിംഗ് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ വാട്ടർമാർക്ക് എങ്ങനെ കളയണമെന്ന് നോക്കാം. ഫ്രീ ആയിട്ട് വാട്ടർമാർക്ക് കളയാൻ പറ്റും കേട്ടോ ഇൻഷോട്ടിൽ. ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ കണ്ടില്ലേ, അതിൽ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫ്രീ ആഡ്സ് വരും. അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട്
വാട്ടർമാർക്ക് കളയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ മലയാളി ഡേറ്റിംഗ് ആപ്പ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാട്ടർമാർക്ക് കളഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ലൈക്ക് എന്തായാലും ചെയ്തേക്കുക.